ലെറ്റ്സ് ബിൽഡ് സം ഫാംസ്. കുറച്ച് ദിവസമായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മോഫ് ഫാം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. ബിൽഡ് ചെയ്ത് വരുമ്പോൾ എസ്തറ്റിക്കലി നല്ല വൃത്തിക്കാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ മെയിൻ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്കിതിനെ മോടി പിടിപ്പിക്കാൻ നോക്കാം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ വാ പണി തുടങ്ങാം. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം ചെയ്യണം. ഇവിടെ നമ്മുടെ ചിക്കൻ ഫാമിൽ ആവശ്യത്തിലധികം ചിക്കൻ കിട്ടിയിട്ടുണ്ട്. കുഴപ്പം എന്താ വെച്ചാൽ ചിക്കൻ ബ്രീഡായിട്ട് എൻറ്റിറ്റി കൂടിയിട്ട് ഇവിടെ നന്നായിട്ട് ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യട്ടെ. എല്ലാം കൂടി രക്ഷപ്പെടുന്നുണ്ട്. എല്ലാത്തിനും തീർത്ത് ഇതൊന്ന് ക്ലീനപ്പ് ചെയ്യാം. മരിക്കി ആ ഏരിയ മുഴുവൻ ക്ലീനപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വേറെ എന്ത് ഫാം കൊണ്ടുവെക്കുന്നുള്ള തീരുമാനിക്കും. ഓക്കെ, നമുക്കിനി നമ്മുടെ മോഫ് ഫാം ഉണ്ടാക്കേണ്ട ഒരു ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ ബേസിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഏരിയയിലായിട്ടാണ്. ഇപ്പോൾ ഒരു ഇവിടെ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്ന ഒരു നല്ലൊരു ഏരിയ ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലേക്ക് ബിൽഡ് ചെയ്ത് പോകാം. ആദ്യം ഒരു 120 ബ്ലോക്ക് മുകളിലോ മറ്റും എത്തണം. എങ്കിലും അത്ര നല്ല സ്പോൺ റേറ്റ് കിട്ടും. ഇവിടെ നിന്ന് ഒരു വാട്ടർ ബക്കറ്റ് വെച്ചേക്കാം എന്തായാലും താഴേക്ക്, അല്ലാതെ താഴെ ഇറങ്ങി വരൽ കഷ്ടമാണ്. നമുക്ക് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം ആദ്യം ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ചെസ്റ്റ് വെക്കണം. ഇതിലേക്ക് മെല്ലിനെ ഹോപ്പറും വെക്കണം. ചെസ്റ്റ് ഇവിടെ കിടക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ ഹോപ്പർ വെച്ച് കൊടുക്കും. 4 ഹോപ്പർ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മോബ് വന്ന് ലാൻഡ് ആവുക. അതിൻ്റെ മുകളിൽ നമുക്ക് കാർപ്പറ്റും വെച്ച് കൊടുക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പോർട്ടൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം ഈ താഴെ ഇറങ്ങി കയറൽ ഇപ്പം പണിയായത് കാരണം. അപ്പോൾ നമുക്ക് ഈ ട്രാവൽ നെതറിൽ കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ പോർട്ടൽ ഇത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയൊരു ദൂരം മാത്രമേ ട്രാവൽ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബേസിന് തൊട്ട് ബാക്കിലുള്ള അവിടെ എത്തി. അപ്പോൾ ഹോളി ലാഗ്. അപ്പോൾ ഈ ട്രാവൽ കുറച്ചുകൂടി ഈസിയായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി സ്ട്രക്ചർ കൂടെ ഒന്ന് ബിൽഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇനി ജെൻറിക് മോപ്പ് ഫാം പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ടതായിട്ടുണ്ട് തോന്നുന്നില്ല. എന്തായാലും ഇത് ബിൽഡ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റേജിലാണ് ഉള്ളത്. നമ്മുടെ ആ ഡ്രോപ്പ് ചേമ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ സ്പോണിങ് ഏരിയ ഒക്കെ റെഡിയാക്കി എടുക്കണം അത്ര. ഓക്കെ, നമ്മുടെ സാധനമായിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കളറൊക്കെ കാണും. അതിന് കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരേ ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ബ്ലോക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം എങ്ങനെയാ വെച്ചാൽ ഇത് നന്നായിട്ട് സ്പോൺ ആവുന്നുണ്ട്. ഈ സ്പൈഡേഴ്സ് ഉള്ളത് കുറച്ച് സീനാണ്. പക്ഷേ എനിക്ക് സ്ട്രിങ്സ് വേണ്ടതുകൊണ്ട് അതും കൂടെ സ്പോണ് ഞാൻ കൊടുത്തതാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു, നമ്മളിതിനെ എടുക്കുന്നു, നമുക്ക് എക്സ്പി കിട്ടുന്നു. ബാക്കിയുള്ള ഡ്രോപ്സ് കൂടെ ഇവിടെ കിട്ടുന്നതാണ്. കുഴപ്പമില്ലാത്ത ഡ്രോപ്പ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഡ്രോപ്പ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രോഗ് ലാംപ്സ്. അപ്പോൾ അതിന് കുറച്ച് തവളകളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വാൽമാക്രെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ബ്രീഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ആക്കി എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ബയോമിൽ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ഉള്ളൊരു ഏരിയ ആക്കിയിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ടാഡ്പോഡ്സിന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഗ്രോ ചെയ്തിട്ട് ഫ്രോഗായി മാറും. അതേ സാധനം ഞാൻ വേറൊരു ബയോമിൽ കൂടെ വന്നിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 വെറൈറ്റി ഓഫ് ഫ്രോഗ്സ് കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 വെറൈറ്റി ലാംപ്സും ഫ്രോഗ് ലൈറ്റും കൂടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഇതൊന്ന് വളരാൻ വേണ്ടി കാത്തിക്കട്ടെ. വെയിറ്റ്, സ്ലൈം യൂസ് ചെയ്ത് ഇതിനെ ഫീഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് വേഗമാവുമല്ലോ. ഓക്കെ പറ്റുന്നുണ്ട്. ഫ്രോഗ് ലൈറ്റ് ഫാം ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് പൗഡേർഡ് സ്നോയുടെ ആവശ്യമുണ്ട്. ഇത് ഫാം ചെയ്യൽ എന്നത് വളരെ വൃത്തികെട്ട സ്ലോ പരിപാടിയാണ്. നമ്മൾ ഈ ഫാം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് നെതർ റൂഫിലാണ്. അപ്പോൾ ഞാൻ നെതറിലേക്ക് എൻ്റർപേൾ ചെയ്ത് കയറാൻ പറ്റുന്നൊരു ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് കറക്റ്റാണ്. അപ്പം ഞാനിവിടത്തേക്ക് ഏണി വെച്ച് കൊടുത്ത് മുകളിൽ കയറി.
ഇവിടുന്ന് പേൾ ചെയ്ത് പുറത്ത് പോകാൻ നോക്കട്ടെ. ഓക്കെ, നമ്മൾ നെതർ റൂഫിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു പോർട്ടലാക്കി. പോർട്ടൽ വഴി നമുക്ക് ട്രാവൽ ചെയ്യാം. അതിനിടയിൽ നെതറിന്ന് ഒരു ഡ്രൈഡ് കാശിനെയും കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെയും കൂടെ വളർത്താൻ വെച്ചിട്ടുണ്ട്. ആള് നല്ല ക്യൂട്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ തവളകളുമായിട്ട് ഞാൻ ജാഥ പോകുന്ന പോലെ പോകാൻ തുടങ്ങുകയാണ് നമ്മുടെ നെതർ റൂഫിലേക്കുള്ള പോർട്ടലിലേക്ക്. യമ്മ ക്യൂട്ടാ കുറേ എണ്ണം. ഇപ്പം ഞാൻ ഒന്ന് അങ്ങോട്ട് കെട്ടട്ടെ. ഓക്കെ, നമ്മൾ തവളകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെതറിലേക്ക് പോയിട്ട് നമ്മുടെ ഫാം ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആദ്യത്തെ ചെസ്റ്റ് വെച്ചിട്ട് തുടങ്ങുകയാണ്. ഇനി ഇതിലേക്ക് ഹോപ്പർ പ്ലേസ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ മെയിൻ സ്ട്രക്ചർ ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഞാൻ സ്കഫോൾഡിങ് ചെയ്തിട്ട് നമുക്ക് വളരെ ഹൈറ്റിൽ പോകണം. ഇവിടെ ഒരു AFK പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ്. ഇവിടുന്ന് ഇപ്പം തന്നെ താഴെ നോക്കിയാൽ മാഗ്മ ക്യൂബ്സ് സ്പോൺ ആയത് കാണാം. അപ്പോൾ നമ്മുടെ സിസ്റ്റം വർക്ക് ആവുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഫ്രോക്സ് ഇരുന്ന് ഈറ്റ് ചെയ്ത് അപ്പം തന്നെ ഡ്രോപ്പും തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാം വർക്ക് ആവുന്നുണ്ട്. നമുക്ക് താഴെ പോയി നോക്കാം. താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ മുകളിൽ പോയിട്ട് സ്പോൺ ആയത് മാത്രമേ ഉള്ളൂ. ആ ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത്ര തന്നെ സാധനം കിട്ടിയിട്ട് കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റ് കിട്ടും. ഇനി ഈ സാധനം വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഞാൻ ഇതിനിടയിൽ ചെറുതായിട്ട് ഇവിടെ ഒരു ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും വളരെ മേജറായിട്ടൊന്നുമില്ല. 2 ഫാമേഴ്സ് ഉണ്ട്. ഇവർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഗോൾഡൻ ക്യാരറ്റൊക്കെ എടുക്കുന്നത്. അത് കൂടാതെ ഒരു ലൈബ്രറിയൻ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ട്രേഡിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് പൊട്ടറ്റോ ഫാം ഉണ്ടാക്കി. വളരെ അധികം ഔട്ട്പുട്ടാണ്, ആവശ്യത്തിലധികമാണ്. എന്ത് ചെയ്യുന്നറിയില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പംകിൻ ഫാമിൽ ഞാൻ ഒരു ഏരിയ മാറ്റിയിട്ട് അവിടെ മെലൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെറൈറ്റി കിട്ടിക്കോളും. അപ്പോൾ അതും ഏകദേശം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ആ സാധനത്തിന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഒരു അടിപൊളി സ്ട്രക്ചർ ആക്കി എടുക്കണം. കുറച്ചൊക്കെ പ്ലാൻസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല എന്തായാലും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.